നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ മാങ്കൂട്ടത്തിൽ കാരണം പ്രചാരണത്തിന് മര്യാദയ്ക്കൊന്ന് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ UDF സ്ഥാനാർത്ഥികളുടെ പൊതുപരാതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഓരോ വീടും കയറിയിറങ്ങി വോട്ട് ചോദിക്കേണ്ട ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പൊതുവേ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഓരോ വ്യക്തിയെയും കണ്ടാണ് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്. കാരണം ഒരു നിയമസഭാ മണ്ഡലം പോലെയോ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം പോലെയല്ല ഒരു പഞ്ചായത്ത് വാർഡോ കോർപ്പറേഷൻ വാർഡോ. കൃത്യമായി പലർക്കും ആളുകളെ അറിയാം. അതുകൊണ്ട് അവർ നേരിട്ട് പോയി ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തിത്തുടങ്ങിയതിന് ശേഷം കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് പോയി വോട്ട് ചോദിക്കാൻ വലിയ വൈക്ലഭ്യമാണ്. കാരണം ചെല്ലുമ്പോഴൊക്കെ പല വീട്ടിലും സ്ത്രീകളുണ്ടാവും. CPM കാരാകട്ടെ നേരത്തെ ഈ വീട്ടിലെല്ലാം ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീരഗാഥകൾ അവരെ പറഞ്ഞ് കേൾപ്പിച്ചിരിക്കും. പലയിടത്തും ചെല്ലുമ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ തന്നെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ മകളോട് പോലും ഇങ്ങനെ വൃത്തികേട് കാണിച്ച ഒരുത്തനെ നിങ്ങളിപ്പോഴും സംരക്ഷിച്ച് നിർത്തുകയല്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നാണ് ഈ UDF കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാതി. പലപ്പോഴും പല വീടുകളിലും മറുപടിയൊന്നും പറയാതെ തങ്ങൾ തിരിച്ചു പോരുകയാണെന്നാണ് ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. നമ്മൾ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് വെറുതെ വീട്ടിൽ കയറി ചെന്ന് പൊതുവേ ഒന്ന് വോട്ട് ചോദിച്ചിട്ട് ഉടൻ തന്നെ ചാടി പുറത്തിറങ്ങും, വീട്ടുകാർ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത്രയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രചരണ സാധ്യതകളെ ബാധിച്ചു എന്നാണ് സ്ഥാനാർത്ഥികൾ പലരും പറയുന്നത്. പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ കണ്ണൂർ കോർപ്പറേഷൻ അത്രയും വരില്ലെങ്കിലും ഈ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ തുടങ്ങിയ കോർപ്പറേഷനുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും, ഇവിടെ രണ്ടിടത്തും മധ്യവർഗം ധാരാളമുള്ള കോർപ്പറേഷനാണ്. മിഡിൽ ക്ലാസ്സുകൾ വലിയ സ്വാധീനമുള്ള കോർപ്പറേഷനാണ് ഈ തിരുവനന്തപുരവും കൊച്ചിയും. അവിടെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന മറുപടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള വീടുകളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കൃത്യമായിട്ടും BJPയും CPMഉം ഇത് നന്നായി ഈ നഗരപ്രദേശങ്ങളിലൊക്കെ മുതലെടുക്കുന്നത്. നഗരപ്രദേശങ്ങളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ തരത്തിലുള്ള ഡിജിറ്റൽ പെനട്രേഷനുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ മൊബൈൽ ഫോണായിട്ടും അതുപോലെ TV ചാനലുകളായിട്ടും യൂട്യൂബ് ഓൺലൈൻ ചാനലുകളുമായിട്ടും എല്ലാം നമുക്ക് ഈ നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി നഗരപ്രദേശങ്ങളിൽ കൃത്യമായിട്ട് ഒരു ഡിജിറ്റൽ പെനട്രേഷനുള്ള നഗരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് ആരെയും പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കില്ല. അതാണ് ഈ രണ്ട് നഗരങ്ങളിലെയും പ്രത്യേകത. അവിടെയൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് നേതാക്കളോടും കോൺഗ്രസ് പ്രവർത്തകരോടും സ്ഥാനാർത്ഥികളോടും ഒക്കെ ആളുകൾ ചോദിക്കുന്നത് ഇനി എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങളിങ്ങനെ പാർട്ടിയിൽ വച്ചുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായ ഒരു പാർട്ടിയുടെ മുഖത്ത് ചെളി വാരി തേച്ച അയാളെ തൽക്കാലം മാറ്റി നിർത്തിയെന്നുള്ള പോലെ അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കണ്ടേ? എന്നിട്ട് വേണം അയാൾ തെറ്റുകാരനല്ലെങ്കിൽ കോടതിയിൽ നിന്നും എല്ലാ കുറ്റവിമുക്തനായി തിരിച്ചു വരട്ടെ എന്നൊക്കെയുള്ള മറുപടികളാണ് പലയിടത്തും ലഭിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വാദം UDF ഉയർത്തിക്കൊണ്ടുവന്നിട്ടും അതിൻ്റെ ഫലം കൊയ്യാൻ എന്തുകൊണ്ട് UDFന് സാധിക്കാത്തത് ഈ ആരോപണം മൂലമല്ലേ? സ്വർണ്ണപ്പാളി വാദത്തിൽ CPMഉം ഇടതുപക്ഷവും രക്ഷപ്പെടുകയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും UDF സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സ്വർണ്ണപ്പാളി വിവാദം ശരിക്കും ജനങ്ങളെ ബാധിച്ചൊരു കാര്യമാണ്, ജനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത കാര്യമാണ്. എന്നാൽ അതിനു മുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടം വരികയും മാധ്യമങ്ങൾ രാഹുലിൻ്റെ പുറകെ പോവുകയും ചെയ്തതോടെ ഈ സ്വർണ്ണപ്പാളി വിവാദം പതിയെ മുങ്ങിപ്പോയി. ആ മുങ്ങിപ്പോയ സ്വർണ്ണപ്പാളി വിവാദം UDFന് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല വീടുകളിലും ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർണ്ണപ്പാളിയുടെ കാര്യം പറയാത്തത്? എല്ലാ ചാനലുകളും, ഓൺലൈൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും വ്യവസ്ഥാപിത ചാനലുകളും എല്ലാം രാഹുലിൻ്റെ പുറകെ പോവുകയാണല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടല്ലേ ഈ വിഷയമുണ്ടായത്? ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് മുഖം രക്ഷിക്കാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തങ്ങളുടെ നേരെ ഉയർന്നു വരുന്നു എന്നാണ് ഈ സ്ഥാനാർത്ഥികൾ പലരും പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഹുൽ മാങ്കൂട്ടം കാരണം കുറച്ചുകൂടെ ഭേദമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം രാഷ്ട്രീയ ബോധവും വ്യക്തിത്വവുമുള്ള ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും, കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾക്ക് പോലും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മടിയാണ്.